ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു പോർച്ചുഗീസ് മൂവിയാണ് കാരമലോ. ഷെഫ് ആകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച പെഡ്രോ തന്റെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് തനിക്കൊരു രോഗമുണ്ടെന്ന് തിരിച്ചറിയുകയാണ്. യാദൃശികമായി പെഡ്രോയുടെ മുന്നിലെത്തിയ കാരമൽ നിറമുള്ള ഒരു തെരുവുനായ പെഡ്രോയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. പെഡ്രോയുടെയും കാരമലിന്റെയും ജീവിതമാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവി. കാറിൽ നിന്നിറങ്ങി വന്ന ഒരാൾ ആരുമില്ലാതെ റോഡരികിൽ ഒരു ബോക്സ് ഉപേക്ഷിച്ച് കാറിൽ കയറിപ്പോയി. ആ ബോക്സിൽ നിന്നും ഒരു നായക്കുട്ടി ഇറങ്ങി വന്നു. മണം പിടിച്ച് ആ നായക്കുട്ടി ഒരുപാട് നേരം ആ റോഡിലൂടെ ഓടി. നേരം ഇരുട്ടായി. ഓടി വലഞ്ഞ നായക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി. മുന്നിലെ റോഡരികിൽ കണ്ട റെസ്റ്റോറന്റിൽ പാകം ചെയ്ത ചിക്കൻ കണ്ട് അവന്റെ വായിൽ വെള്ളമൂറി. റോഡിലൂടെ പാഞ്ഞു വരുന്ന വണ്ടികളൊന്നും നോക്കാതെ ആ നായക്കുട്ടി മുന്നോട്ട് കുതിച്ചു. ഭാഗ്യം, വണ്ടികളൊന്നും അവനെ ഇടിച്ചില്ല. കടയുടെ മുന്നിൽ നിന്ന് അകത്ത് ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ നോക്കി അവൻ ഇരുന്നു. കൊതിയും വിശപ്പും അടക്കാനാവാതെ അവൻ ആ കടയിൽ കയറി. ഒരു ചിക്കൻ കാലം കടിച്ചു കൊടുത്തുകൊണ്ട് പുറത്തേക്കോടി. അങ്ങനെ വർഷം 3 കഴിഞ്ഞു. അവൻ വലുതായിരിക്കുന്നു. ഇപ്പോഴും രുചിയുള്ള ഭക്ഷണം കണ്ടാൽ അവൻ അതിന്റെ പിന്നാലെ ഓടും. മാർക്കറ്റിൽ ഭക്ഷണം തേടി നടക്കുമ്പോഴാണ് അവൻ പെഡ്രോയെ ആദ്യമായി കാണുന്നത്. പെഡ്രോ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയാണ്. ഷെഫിന്റെ ആവശ്യപ്രകാരം ഇറച്ചി വാങ്ങാൻ വന്നതായിരുന്നു പെഡ്രോ. ഷെഫ് ആളൊരു ദേഷ്യക്കാരനാണ്. അയാളുടെ സ്വഭാവവും സംസാരവും ഇഷ്ടമാകാത്തതിനാൽ ആ റെസ്റ്റോറന്റിലേക്ക് ഇറച്ചി കൊടുക്കില്ലെന്ന് കടക്കാരൻ ഒസ്മാർ പറഞ്ഞു. ദേഷ്യം പിടിച്ച ഒസ്മാറിന്റെ മുന്നിലേക്ക് സ്വാദിഷ്ടമായ വറുത്തെടുത്ത കൊശീന്യ പെഡ്രോ നീട്ടി. ഒസ്മാർ അതിന്റെ സ്വാദിൽ വീണു. ഇറച്ചി കൊടുക്കാൻ സമ്മതിച്ചു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സോസേജ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ നായയെ പെഡ്രോ കണ്ടത്. ആരും കാണാതെ വേഗം ഇറങ്ങിപ്പോവാൻ പെഡ്രോ ആ നായയ്ക്ക് ആംഗ്യം കാണിച്ചു. അത് മനസ്സിലായ ആ നായ അവിടെ നിന്ന് ഓടി. സോസേജ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ നായ ചെന്നുപെട്ടത് ഭീകരന്മാരായ മറ്റു നായകളുടെ മുന്നിലേക്കായിരുന്നു. സോസേജ് അവിടെ ഉപേക്ഷിച്ച് അവൻ ഓടി. ഒരു ഭീകരൻ നായ അവനെ ഓടിച്ചു. ആ ഭീകരൻ നിന്ന് രക്ഷപ്പെടാനായി അവൻ അതിലേ പോയ പെഡ്രോയുടെ വണ്ടിയിലേക്ക് ചാടിക്കയറി. അവൻ വണ്ടിയിൽ കയറിയത് പെഡ്രോ കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് ഒരു കൂട്ടം നായകളെയും പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്തു വന്ന ഒരു പെൺകുട്ടി വണ്ടി ഓടിച്ചു വന്ന പെഡ്രോയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പെഡ്രോ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു നിർത്തി. നിനക്കെന്നാ കണ്ണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെഡ്രോയെ വഴക്കു പറഞ്ഞു. അവളോട് സോറി പറഞ്ഞുകൊണ്ട് പെഡ്രോ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലെത്തി. ജോലി ചെയ്യുന്നവർക്ക് മാത്രം പ്രവേശനമുള്ള റെസ്റ്റോറന്റിലെ ബാക്ക് ഡോറിലൂടെ പെഡ്രോ കിച്ചണിലേക്ക് കയറി. കിച്ചണിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പെഡ്രോ തനിക്കിഷ്ടമുള്ള കുശീനെ ഉണ്ടാക്കാൻ തുടങ്ങി. ആ നായയാവട്ടെ വിൻഡോയിലൂടെ പെഡ്രോ ഭക്ഷണം ഉണ്ടാക്കുന്നത് നോക്കി നിന്നു. ആ നേരത്ത് പെഡ്രോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പൗള അവിടെ എത്തി. ഏതു നേരവും ഇത് തന്നെയാണോ നിനക്ക് പണി? ഒന്ന് ജിമ്മിലൊക്കെ പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗള പെഡ്രോയോട് സംസാരിക്കാൻ തുടങ്ങി. പെഡ്രോ അവനുണ്ടാക്കിയ കൊഷീനോ അവളുടെ വായിലേക്ക് വെച്ചു. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു അതിന്. ഷെഫ് ഇവാൻ എങ്ങാനും മെനുവിൽ തന്റെ ഈ ഐറ്റം ആഡ് ചെയ്താലോ? പെഡ്രോ പൗളയോട് പറഞ്ഞു. ചൂടനായ ഇവാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നുണ്ടാകില്ല എന്ന് പൗള പറഞ്ഞു. ഇവാൻ മഹാചൂടനാണ്. റെസ്റ്റോറന്റ് ഓണറായ മാർത്ത തന്റെ റെസ്റ്റോറന്റിൽ നിന്ന് ആരും ഒരു ഭക്ഷണം ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകരുതെന്ന് ഇവാനോട് പറഞ്ഞു. ഇവാൻ ഉണക്കിയ ഇറച്ചി കൊണ്ടുവരാൻ പെഡ്രോയോട് ആവശ്യപ്പെട്ടു. അവൻ അത് കൊണ്ടുകൊടുത്തു. ഇവാൻ അത് കണ്ട് ബോധിച്ചു. ഇറച്ചി തിരിച്ചു കൊണ്ടുവയ്ക്കുന്ന സമയത്ത് പെഡ്രോയ്ക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. വേദന സഹിക്കാനാവാതെ പെഡ്രോ പുറത്തേക്കിറങ്ങി. പെഡ്രോ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പൗള പെഡ്രോയെ അകത്തേക്ക് വിളിച്ചു. പെഡ്രോ അകത്ത് കയറി ഡോർ അടയുന്നതിന് മുമ്പ് ആ നായയും അകത്തേക്ക് കയറി. മാർത്തയ്ക്ക് വേണ്ടപ്പെട്ട ബിസിനസ് വുമണായ ലോറ റെസ്റ്റോറന്റിൽ എത്തിയിരുന്നു. ലോറയ്ക്ക് പുതിയൊരു വിഭവം വേണമായിരുന്നു. മാർത്ത പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ ഇവാനോട് ആവശ്യപ്പെട്ടു. ഇവാന് അതിഷ്ടമായില്ല. എല്ലാവരുടെയും പണികൾ നടക്കട്ടെ എന്ന് ഇവാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു. അകത്ത് കയറിയ ആ നായ ഭക്ഷണം മണത്ത് നടക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഉണക്കിയ ഇറച്ചി കൊണ്ട് ഇവാൻ ഉണ്ടാക്കിയ പുതിയ ഐറ്റം നോക്കി അവൻ വെള്ളം ഇറക്കി നിന്നു. സഹികെട്ട് അവൻ ആ ഇറച്ചി ലക്ഷ്യമാക്കി ഓടി. ഇത് പെഡ്രോ കണ്ടു. പ്ലേറ്റും തട്ടിയിട്ട് ആ ഇറച്ചിയുമായി ആ നായ ഓടി. എല്ലാവരും നായയെ പിടിക്കാൻ പിന്നാലെ ഓടി. കയ്യിൽ കിട്ടിയ വടിയെടുത്ത് ഇവാൻ ആ നായയെ അടിക്കാനോങ്ങി. പെട്ടെന്ന് പെഡ്രോ ഇവാനെ തടഞ്ഞു. അതിനെ ഒന്നും ചെയ്യരുതെന്ന് പെഡ്രോ പറഞ്ഞത് കേട്ട് ഇവാന് ദേഷ്യം വന്നു. ഇത് എന്റെ കിച്ചനാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് ഇവാൻ പറഞ്ഞപ്പോൾ ഇത് എന്റെ കിച്ചനാണെന്നും പെഡ്രോയെ വിടാനും മാർത്ത പറഞ്ഞു.
ഇവാൻ ഷെഫിന്റെ സ്ഥാനം ഒഴിഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പെഡ്രോ മുന്നോട്ടേക്ക് വന്നു. ഉണ്ടാക്കാനുള്ള ഭക്ഷണത്തിന് മറ്റുള്ളവർക്ക് ഓർഡർ കൊടുത്തു. ലോറയ്ക്കുള്ള ഐറ്റം താൻ ഉണ്ടാക്കിക്കോളാമെന്ന് പെഡ്രോ മാർത്തയോട് പറഞ്ഞു. അങ്ങനെ പുതിയൊരു വിഭവം കാത്തിരുന്ന ലോറയ്ക്ക് മുന്നിലേക്ക് പെഡ്രോ ഉണ്ടാക്കിയ കുഷീന മാർത്ത കൊണ്ടുവച്ചു. ഇത്രയും നിലവാരമുള്ള ഒരു റെസ്റ്റോറന്റിൽ കുഷീന വിളമ്പിയ പെഡ്രോയെ ലോറ വിളിച്ചു വരുത്തി. പെഡ്രോയെ മുന്നിൽ നിർത്തി ലോറ കുഷീന കഴിച്ചു. അവർക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പെഡ്രോയുടെ വിഭവം റെസ്റ്റോറന്റിലെ മെനുവിൽ ഉൾപ്പെടുത്തി. സന്തോഷത്തോടെ മാർത്ത പെഡ്രോയെ റെസ്റ്റോറന്റിലെ ഷെഫാക്കി. തന്റെ സ്വപ്നം നേടിയെടുത്ത സന്തോഷമായിരുന്നു പെഡ്രോയ്ക്ക്. റെസ്റ്റോറന്റിൽ നിന്നും പുറത്തിറങ്ങിയ പെഡ്രോ പുറത്തു നിന്ന ആ നായയെ കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം താൻ ഷെഫാകാൻ കാരണക്കാരനായ ആ നായയ്ക്ക് പെഡ്രോ കൊടുത്തു. പെഡ്രോ വണ്ടിയിൽ പോകുന്നത് ആ നായ നോക്കി നിന്നു. വീട്ടിലെത്തിയ പെഡ്രോ ഷെഫിന്റെ വേഷമണിഞ്ഞ് അമ്മയെ വീഡിയോ കോൾ ചെയ്തു. തന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. രാത്രി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടന്ന പെഡ്രോ ഒരു നായ കുരയ്ക്കുന്നത് കേട്ടു. ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കിയ പെഡ്രോ മഴയത്തെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന ആ നായ താഴെ നിൽക്കുന്നത് കണ്ടു. അവനെ പെഡ്രോ റൂമിലേക്ക് കൊണ്ടുവന്നു. അവനെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി. കിടക്കാൻ ഒരു പുതപ്പും ഭക്ഷണം കഴിക്കാൻ പാത്രവും ഒക്കെ കൊടുത്തു. അവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായ പെഡ്രോ അവന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി. അവന് വേണ്ടിയുള്ള പാത്രത്തിൽ അത് വിളമ്പിക്കൊടുത്തപ്പോൾ ആ നായ അത് കഴിക്കാതെ പെഡ്രോ ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ നിന്നും ആർത്തിയോടെ അതെടുത്ത് കഴിച്ചു. പെട്ടെന്ന് പെഡ്രോയ്ക്ക് വീണ്ടും ആ അസഹ്യമായ തലവേദന വന്നു. പെഡ്രോ വീണ്ടും ടാബ്ലറ്റ് എടുത്തു കഴിച്ചു. ആ നായ പെഡ്രോയെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ പെഡ്രോയുടെ തലയൊക്കെ നക്കിക്കൊണ്ട് പെഡ്രോയുടെ അരികിൽ തന്നെ ഇരുന്നു. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നായ പെഡ്രോയുടെ മുഖത്ത് നക്കിക്കൊണ്ട് എണീപ്പിച്ചു. കണ്ണു തുറന്ന പെഡ്രോ കണ്ടത് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന തന്റെ വീടാണ്. എല്ലാം കടിച്ചു പറിച്ചിട്ടിരിക്കുന്നു. അവൻ പെഡ്രോയുടെ ഷെഫ് കോട്ട് എടുത്ത് കടിച്ചു പിടിച്ചു. അത് വാങ്ങാനായി പെഡ്രോ കോട്ട് പിടിച്ചു വലിച്ചു. നായയാവട്ടെ പിടിവിട്ടില്ല. കോട്ട് കീറി. ഒരു രക്ഷയുമില്ലാതെ പെഡ്രോ ആ നായയെ ഒരു പെറ്റ് ട്രെയിനിന്റെ അടുത്ത് കൊണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പെഡ്രോ കാമിലയുടെ അടുത്തെത്തി. അവിടെ ഒരുപാട് നായകൾ ഉണ്ടായിരുന്നു. ലൂയും കാമിലയും ചേർന്നാണ് അവരെ നോക്കുന്നത്. ആ നായയെ അവിടെ ആക്കി പോകാനായിരുന്നു പെഡ്രോ കരുതിയത്. പെട്ടെന്ന് അവിടെ വെച്ച് വീണ്ടും ആ തലവേദന വന്നു. നായ പെഡ്രോയെ തലയിൽ നക്കിക്കൊണ്ടേയിരുന്നു. അവൻ എന്തോ സെൻസ് ചെയ്യുന്നുണ്ടെന്ന് കാമില പറഞ്ഞു. ഒരു ഡോക്ടറെ കാണാനായി കാമില ആവശ്യപ്പെട്ടു. അങ്ങനെ പെഡ്രോ ഡോക്ടറെ കാണാനായി പോയി. ഡോക്ടർ പെഡ്രോയെ സ്കാൻ ചെയ്തു. പെഡ്രോയുടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ പെഡ്രോയെ അറിയിച്ചു. ഭേദമാകാൻ സാധ്യത കുറവുള്ള ഒരു ബ്രെയിൻ ട്യൂമർ. പെഡ്രോ ആകെ തകർന്നുപോയി. ചികിത്സ ആരംഭിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് റെസ്റ്റോറന്റിൽ എത്തിയ പെഡ്രോയ്ക്ക് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഉണ്ടാക്കിയ ഭക്ഷണം കരിഞ്ഞുപോയി. കൈ മുറിഞ്ഞു. ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെയായി. പെഡ്രോയുടെ മാറ്റങ്ങൾ മാർത്ത ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ ഐറ്റം ഉണ്ടാക്കാൻ തനിക്ക് 2 ആഴ്ച സമയം വേണമെന്ന് പെഡ്രോ മാർത്തയോട് ആവശ്യപ്പെട്ടു. മാർത്ത സമ്മതിച്ചു. റെസ്റ്റോറന്റിൽ നിന്നിറങ്ങിയ പെഡ്രോ അമ്മയോട് തന്റെ അസുഖത്തിന്റെ വിവരം പറയാനാകാതെ വിഷമിച്ചു. തന്നെ സ്നേഹിച്ച ആ നായയെ പെഡ്രോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പെഡ്രോ അവനെ കുളിപ്പിച്ച് സുന്ദരനാക്കി. കാരമൽ നിറമുള്ള അവന് കാരമലോ എന്ന് പേരിട്ടു. രാത്രി അവനെയും കൊണ്ട് ഒരു വാക്കിന് പോയി. കാരമലോ കൊണ്ട് അടങ്ങി നടക്കുന്നു. അവൻ പെഡ്രോയെ വിട്ട് ഓടി. പിറ്റേന്ന് കാരമലോയെ മുകളിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന സെലിയയെ ഏൽപ്പിച്ച് പെഡ്രോ ട്രീറ്റ്മെന്റിന് പോയി. അവനെ നോക്കാൻ എളുപ്പമാകുമെന്നാണ് സെലിയ കരുതിയത്. പെഡ്രോ ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിലെത്തി. എന്നാൽ അവിടെയുള്ള മറ്റ് ക്യാൻസർ രോഗികളെ കണ്ട് പെഡ്രോ അസ്വസ്ഥനായി. തനിക്കിങ്ങനെ വന്നതിൽ സങ്കടപ്പെട്ടിരിക്കുന്ന പെഡ്രോയെ തൊട്ടടുത്തിരുന്ന മറ്റൊരു ക്യാൻസർ പേഷ്യന്റ് ധൈര്യം പകർന്നു. ലിയോ എന്നായിരുന്നു അവന്റെ പേര്. ലിയോ പെഡ്രോയ്ക്ക് പ്രതീക്ഷകൾ കൊടുത്തു. ആഗ്രഹിച്ചത് നേടിയ അതേ സമയത്തുള്ള തന്റെ തകർച്ച താങ്ങാനാകുന്നില്ലായിരുന്നു പെഡ്രോയ്ക്ക്. എന്നാൽ ലിയോയുടെ വാക്കുകൾ പെഡ്രോയ്ക്ക് ഒരു പുതുജീവൻ നൽകി. എല്ലാം പോസിറ്റീവായി കാണാൻ ലിയോ പറഞ്ഞു. അവിടെ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ പെഡ്രോ സെലിയെ ബുദ്ധിമുട്ടിച്ച് വീട് പിന്നെയും അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന കാരമലിനെയാണ് കണ്ടത്. പെഡ്രോയോട് ദേഷ്യപ്പെട്ട് സെലിയ സ്ഥലം വിട്ടു. ട്രീറ്റ്മെന്റിന് ശേഷം പെഡ്രോ ടയേർഡായിരുന്നു. പെഡ്രോയുടെ വയ്യായ്മകളിലും കാരമൽ കൂടെ നിന്നു. കാരമലിനെ കുറച്ച് നല്ല സ്വഭാവം പഠിപ്പിക്കാൻ അവനെ വീണ്ടും പെറ്റ് സ്കൂളിലേക്ക് കൊണ്ടുപോയി. പെറ്റ് സ്കൂളിന്റെ വാടക കൊടുക്കാത്തതിനാൽ സ്കൂൾ പൂട്ടുമെന്ന് പറഞ്ഞ് ഓണറുമായി ബഹളമുണ്ടാക്കി നിൽക്കുകയായിരുന്നു കാമില. ആ നേരത്താണ്
പെഡ്രോ അവിടെ എത്തുന്നത്. കാമിലയുടെ പരിശീലനത്തിൽ കാരമലോ കുറച്ചൊക്കെ അനുസരണ പഠിച്ചു തുടങ്ങി. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടേയിരുന്നു. പുതിയ വിഭവങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പെഡ്രോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പെറ്റ് സ്കൂളിലെ ഭക്ഷണം കാരമലിന് പിടിക്കുന്നില്ലായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ വന്ന കാരമലിന് വേണ്ടി പെഡ്രോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. പെഡ്രോ അമ്മയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കാരമലിനെയും കൊണ്ട് പെഡ്രോ അങ്ങനെ അമ്മയുടെ അടുത്തെത്തി. കാരമൽ അവിടെയും കുറുമ്പുകൾ കാട്ടി. തന്റെ അസുഖവിവരം അറിയിച്ചാൽ അമ്മയ്ക്ക് താങ്ങാനാകില്ലെന്ന് ഓർത്ത പെഡ്രോ ആ വിവരം അമ്മയിൽ നിന്നും മറച്ചുവെച്ചു. പാചകം ചെയ്ത് അമ്മയോടൊപ്പം സന്തോഷത്തോടെ പെഡ്രോ ചിലവഴിച്ചു. അതിനുശേഷം കാരമലിനെയും കൊണ്ട് അവൻ ഇഷ്ടമുള്ള ബീച്ചിലേക്ക് പോയി. അവനോടൊപ്പം കളിച്ചും നീന്തിയും രണ്ടുപേരും അടിച്ചു പൊളിച്ചു. ശേഷം പെറ്റ് സ്കൂളിൽ വെച്ച് പെഡ്രോ കാമിലയെ ഡിന്നറിന് ക്ഷണിച്ചു. കാമിലയുടെ കൂടെ ലൂവും ഡിന്നറിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കാമിലയും ലൂയും റെസ്റ്റോറന്റിലെത്തി. വളരെ സന്തോഷത്തോടെ പെഡ്രോ അവരെ സ്വാഗതം ചെയ്തു. എന്നാൽ അന്ന് കിച്ചണിൽ കൊഴിഞ്ഞു വീണ പെഡ്രോയുടെ മുടി പൗള കണ്ടു. കീമോ ചെയ്യുന്നതിനാൽ പെഡ്രോയുടെ മുടി കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് പരാതി പറഞ്ഞതായി മാർത്ത പെഡ്രോയെ അറിയിച്ചു. എന്നാൽ പെഡ്രോയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കിയിട്ടും രുചി അറിയാൻ കഴിഞ്ഞില്ല. തന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. രുചി അറിയാനും മണം അറിയാനുമുള്ള കഴിവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് പെഡ്രോ കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേറ്റ പെഡ്രോ അവിടെ കാമിലയെ കണ്ടു. പെഡ്രോയ്ക്ക് ക്യാൻസർ ആണെന്ന് കാമില അറിഞ്ഞിരുന്നു. പെഡ്രോയുടെ ചികിത്സ ഫലിച്ചില്ലായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തലയിൽ ഒരു സർജറി ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. തന്റെ രോഗാവസ്ഥ മോശമായതിനാൽ കാമിലയോട് കൂടുതൽ അടുക്കാതിരിക്കാൻ പെഡ്രോ ശ്രമിച്ചു. നിരാശയോടെ പെഡ്രോ കാരമലിനോടൊപ്പം വീട്ടിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് പെഡ്രോയെ കാണാൻ ലിയോ പെഡ്രോയുടെ വീട്ടിലെത്തി. ഇനിയുള്ള 6 ദിവസം നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ലിയോ പറഞ്ഞു. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. എന്നാൽ ഇതേ സമയം കാമിലയ്ക്ക് കടം മുഴുവൻ വീട്ടാൻ 1 മാസം സമയം മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ ടെൻഷനിലായിരുന്നു കാമിലയും ലൂവും. പെഡ്രോ കാമിലയോട് സോറി പറയാൻ പെറ്റ് സ്കൂളിലേക്ക് എത്തി. കാമിലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പെഡ്രോ പറഞ്ഞു. പെഡ്രോ എന്തോ വഴി മനസ്സിൽ കണ്ടിട്ടുണ്ട്. പെഡ്രോയുടെ മുടി ഒഴിയുന്നത് കണ്ട കാമില പെഡ്രോയുടെ മുടിയെല്ലാം വെട്ടി മുട്ടയടിച്ചു. കാമിലയ്ക്ക് കാരമലിന്റെ സഹായത്തോടെ പെഡ്രോ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. പിറ്റേന്ന് പെഡ്രോ വീണ്ടും അമ്മയെ കാണാൻ ചെന്നു. അമ്മയുടെ അസുഖ വിവരങ്ങൾ തുറന്നു പറഞ്ഞു. അമ്മ പെഡ്രോയെ ആശ്വസിപ്പിച്ചു. വീട്ടിൽ നിന്നും പഴയൊരു ഫുഡ് ട്രക്ക് പെഡ്രോ എടുത്തു. ലിയോ ആ ട്രക്ക് പെയിന്റൊക്കെ അടിച്ച് പുതിയതുപോലെയാക്കി. പൗളയും ഒപ്പം ചേർന്നു. പെറ്റ്സിന് കഴിക്കാൻ പ്രത്യേകം വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കി. കാമിലയോട് ആ സന്തോഷ വിവരം പെഡ്രോ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പിറ്റേ ദിവസം പെഡ്രോ ലിയോയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി. ലിയോയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ ഒരു ദുഃഖവാർത്തയായിരുന്നു ഡോക്ടറിൽ നിന്ന് പെഡ്രോയ്ക്ക് കേൾക്കാനായത്. ലിയോ കീമോതെറാപ്പിയോട് പ്രതികരിക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് വയ്യാതായ ലിയോയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഡോക്ടറുടെ കൈവശം ഒരു ഫ്ലിപ്പ് ബുക്ക് കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു ലിയോ. മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരാൻ ലിയോ അതിൽ എഴുതിയിരുന്നു. പുതിയൊരു പയ്യൻ കീമോതെറാപ്പിക്ക് വന്നിരിക്കുന്നത് പെഡ്രോ കണ്ടു. പേടിച്ചിരുന്ന അവന് പെഡ്രോ ധൈര്യം പകർന്നു. പെഡ്രോയുടെ ഫുഡ് ട്രക്കിലേക്ക് പതിയെ പതിയെ ആളുകൾ വരാൻ തുടങ്ങി. ബിസിനസ് വുമൺ ലോറയും അവരുടെ പെറ്റിനെ കൊണ്ട് ഫുഡ് ട്രക്കിലേക്ക് വന്നു. ഒരു ഇൻവെസ്റ്ററിനെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചോളാൻ അവർ പെഡ്രോയോട് പറഞ്ഞു. അന്നത്തെ തിരക്കിന് ശേഷം കാമിലയെയും അമ്മയെയും ഒക്കെ വീട്ടിലേക്ക് അയച്ചതിന് ശേഷം കാരമലിന് ഫുഡ് ഉണ്ടാക്കാൻ ആ ട്രക്കിൽ തന്നെ പെഡ്രോ നിന്നു. കാരമലിന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം അവന് നേരെ നീട്ടിയപ്പോൾ കാരമൽ പതിവില്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് പെഡ്രോയ്ക്ക് വയ്യാതായി. ഗ്യാസ് ഓഫാക്കിയിരുന്നില്ല. പെഡ്രോ കുഴഞ്ഞ് ട്രക്കിനുള്ളിൽ വീണു. തീ കത്തി അടുത്തിരുന്ന തുണിയിലേക്ക് പടർന്നു. കാരമൽ പെഡ്രോയുടെ ഡ്രസ്സിൽ പിടിച്ചു വലിച്ച് പെഡ്രോയെ പുറത്തിറക്കാൻ നോക്കി. പാവം, അവനെ കൊണ്ട് അത് സാധിച്ചില്ല. കാരമൽ കാമിലയുടെ അടുത്തേക്ക് ഓടി. ഓടുന്നതിലൂടെ കാരമലിന്റെ കാലിൽ കുപ്പിച്ചില്ല് കയറി. രക്തമൊലിക്കുന്ന കാലുമായി കാരമൽ ഓടി കാമിലയുടെ അടുത്തേക്ക് എത്തി. കാമിലയ്ക്ക് എന്തോ പന്തികേട് തോന്നി. പെട്ടെന്ന് തന്നെ പെഡ്രോയുടെ അടുത്തേക്ക് പോയി. അമ്മയും കാമിലയും കൂടി പെഡ്രോയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. കാരമലാണ് പെഡ്രോയെ രക്ഷിച്ചതെന്നും ഡോക്ടർ പെഡ്രോയെ അറിയിച്ചു. സർജറിക്ക് ശേഷം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡോക്ടർ പെഡ്രോയ്ക്ക് പറഞ്ഞു കൊടുത്തു. തനിക്ക് പേടിയാകുന്നു എന്ന് അമ്മയോട് പെഡ്രോ പറഞ്ഞു. സർജറിക്ക് മുമ്പ് അവസാനമായി കാരമലിനെ കാണണമെന്നുള്ള ആഗ്രഹം പെഡ്രോ കാമിലയോട് പറഞ്ഞു.
സർജറി ആയതിനാൽ കാരമലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർ സമ്മതിച്ചില്ല. കാമില ഒരു പ്ലാൻ ഉണ്ടാക്കി. പെറ്റ് സ്കൂളിലെ എല്ലാ നായകളെയും കൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് കയറി. എല്ലാ നായകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഹോസ്പിറ്റലിലാകെ ബഹളമായി. ആ ബഹളത്തിനിടയിൽ ആരും കാണാതെ കാമിലയും അമ്മയും കാരമലിനെ പെഡ്രോയുടെ അടുത്തേക്ക് എത്തിച്ചു. കാരമലിനെ ചേർത്ത് പിടിച്ച് പെഡ്രോ അവനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു. അങ്ങനെ പെഡ്രോയുടെ സർജറി തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ പിന്നിട്ട് 12 വർഷങ്ങൾക്കപ്പുറമുള്ള പെഡ്രോയുടെയും കാരമലിന്റെയും ലൈഫാണ്. കാമിലയെ വിവാഹം കഴിച്ചതും കുഞ്ഞുണ്ടായതും അവൻ വലുതാകുന്നതും കാരമലിന്റെ ബർത്ത്ഡേകളും അങ്ങനെ സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളാണ് കാണിക്കുന്നത്. കാരമലിന്റെ പേരിൽ ചെറിയൊരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് പെഡ്രോ. എന്നാൽ കാരമൽ ക്ഷീണിതനായിരിക്കുന്നു. അവനെയും കൊണ്ട് കാരമലിന് പ്രിയപ്പെട്ട ബീച്ചിലേക്ക് പെഡ്രോ കൊണ്ടുപോയി. അവന്റെ കൂടെ പെഡ്രോ ഒരുപാട് സമയം ചിലവഴിച്ചു. കാരമലിനെ ആദ്യമായി കാണുന്നത് തൊട്ടുള്ള നിമിഷങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ നല്ല ചിത്രം അവസാനിക്കുന്നത്. മറ്റൊരു സിനിമയുടെ കഥയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.